എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. നമുക്കേവർക്കും ഉണ്ടാകുന്നതായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ശാപപാപങ്ങളെക്കുറിച്ചും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്രകാരമെല്ലാം ഉണ്ടാകുന്നത്? ഏവരും അറിയണം, ഇതെല്ലാം ഉണ്ടാകുന്നത് അവനവൻ ചെയ്യുന്ന അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണെന്ന് എല്ലാ മതങ്ങളും പറയുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ടും എന്തേ ഇപ്രകാരമുള്ള തലത്തിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമുക്ക് ഇപ്രകാരമൊന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടെ? അവരവർക്ക് വേണ്ടി അവരവരുടെ സുഖത്തിനും അവരവരുടെ സമാധാനത്തിനും അവരവർക്ക് വേണ്ടി സ്വസ്ഥതയോടുകൂടി ജീവിതം നയിക്കുവാനായിക്കൊണ്ടും നമുക്ക് അപ്രകാരം മുന്നോട്ട് പോയിക്കൂടെ? ആരെയും ദ്രോഹിക്കാതെയും ആരെയും ആക്രമിക്കാതെയും ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും കുറ്റങ്ങളോ കുറവുകളോ പറയാതെയും അവനവൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിക്കൊണ്ടും ആയവ തിരുത്തിക്കൊണ്ടും നമുക്ക് പൂർണ്ണരായി നമുക്ക് മാറിക്കൂടെ? മറ്റുള്ളവർ പൂർണ്ണരല്ല എന്ന് പറഞ്ഞു നടക്കുന്നതിനും പകരം അവരവർ പൂർണ്ണതയുള്ളവരാണോ എന്ന് പരിശോധിച്ചുകൂടെ? അപ്രകാരമല്ലേ നാം ജീവിക്കേണ്ടത്? അപ്രകാരമല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഒരു മനുഷ്യനായി ജനിച്ചാൽ ഒരു മനുഷ്യനായി തന്നെ ജീവിക്കുകയും പോകുന്ന കാലം ഒരു മനുഷ്യനായി തന്നെ പോകുകയും വേണം. അപ്രകാരം ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാലും മറ്റുള്ളവരിലൂടെ ആ മനുഷ്യൻ വീണ്ടും ജീവിക്കുന്നു. നീ ഈശ്വര വിശ്വാസി ആയാലും അല്ലെങ്കിലും നീ ഒരു മനുഷ്യനാണെന്ന് നിന്നെ തിരിച്ചറിഞ്ഞ് അപ്രകാരം മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലുള്ള ജീവിതചര്യ സമൂഹത്തിനും മനുഷ്യനും ഗുണപ്രദമായിട്ടുള്ള കർമ്മങ്ങളും വാക്കുകളും വാക്യങ്ങളും ധർമ്മപരമായിട്ടുള്ള ജീവിതവും നയിക്കുകയാണെങ്കിൽ നീ ഈശ്വരനെ വിശ്വസിച്ചില്ല എങ്കിലും നീ വിഷമിക്കേണ്ട, ഈശ്വരൻ നിന്നെ വിശ്വസിക്കുന്നു. അപ്രകാരമല്ലേ നമ്മൾ ആയിത്തീരേണ്ടത്? നിങ്ങൾക്കാഗ്രഹമില്ലേ സമാധാനത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും സ്വസ്ഥതയോടുകൂടിയും സ്വൈര്യത്തോടു കൂടിയും ജീവിക്കുവാൻ? നമുക്ക് ആഗ്രഹിച്ചുകൂടെ അങ്ങനെ? അപ്രകാരം